ഈ മഴയുമായി ബന്ധപ്പെട്ട് ഏറെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. കണ്ണൂർ ആറളത്ത് ചെത്തുതൊഴിലാളി ഇടിമിന്നലേറ്റു മരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ആ സങ്കടപ്പെടുത്തുന്ന വാർത്ത. 12ാം ബ്ലോക്കിലെ രാജീവനാണ് മരണപ്പെട്ടത്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മഴയുടെ രൂക്ഷതയിൽ ഇടിമിന്നലേറ്റ് ഒരു ചെത്തുതൊഴിലാളി മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എപ്പോഴാണ് ദുരന്തം സംഭവിച്ചത്? മനു, കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നല്ല രീതിയിലുള്ള ഇടിമിന്നൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഇല്ലെങ്കിലും മലയോര മേഖലയിലാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുള്ളത്. ഇരിട്ടി ആറളം ഫാമിലെ ചെത്തുതൊഴിലാളിയായിട്ടുള്ള രാജീവനാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഈ തെങ്ങ് ചെത്തി വിശ്രമിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. 12ാം ബ്ലോക്കിലെ താമസക്കാരനായ രാജീവൻ 1ാം ബ്ലോക്കിൽ തെങ്ങ് ചെത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ നിലവിലെ മഴയുടെ സാഹചര്യം എന്ന് പറയുന്നത് ജില്ലയിൽ പരക്കെ ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമില്ലെങ്കിലും മലയോര മേഖലയിൽ, പ്രത്യേകിച്ചും ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ, അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കർണാടക വനമേഖലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഈ കർണാടക വനത്തിൽ നിന്നും വരുന്ന ഈ മലവെള്ളം അത് ശക്തമായി വരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇരിട്ടി പുഴയിലെല്ലാം തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് പഴശ്ശി ഡാമിലെ ജലനിരപ്പും ഉയർന്നു. തുടർന്ന് പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ വളപട്ടണം പുഴയിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളപട്ടണം പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ പല സ്ഥലങ്ങളിലും പുഴകളിലും തോടുകളിലുമെല്ലാം തന്നെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഈ മലയോരത്തെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു.